ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിന് ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. നമ്മുടെ ഈ വർഷം മുതൽ 2025 നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക്, പുതിയ സിലബസ് ആണ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാർ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 1ാമത്തെ യൂണിറ്റിന്റെ ക്ലാസ് റീഡിംഗ് വീഡിയോയും അതോടൊപ്പം നമ്മൾ നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് ആക്ടിവിറ്റി, നമ്മുടെ പുതിയ ആക്ടിവിറ്റി ബുക്ക് പ്യൂപ്പ എന്നുള്ള നമ്മുടെ ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റീസിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 1ാമത്തെ യൂണിറ്റ്, ഫസ്റ്റ് യൂണിറ്റിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ് ആണ്. അതായത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻസും അതൊക്കെയാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ക്ലാസ് ടെസ്റ്റിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ 1ാമത്തെ ആക്ടിവിറ്റി എന്താ നോക്കാം. ആക്ടിവിറ്റി 1, draw the picture of an ant and color it. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ് അല്ലേ? നമ്മൾ ആന്റിനെ കുറിച്ചൊക്കെ നമ്മുടെ 1ാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ആക്ടിവിറ്റി ബുക്കിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ആന്റ് എന്ന് വെച്ചാൽ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉറുമ്പിനെയാണ് നമ്മൾ ആന്റ് എന്ന് പറയുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആന്റിനെ വരയ്ക്കുക, കളർ കൊടുക്കുക. അതാണ് 1ാമത്തെ പ്രവർത്തനം, 1ാമത്തെ ആക്ടിവിറ്റി. 2ാമത്തെ ആക്ടിവിറ്റി, റൈറ്റ് 5 sentences about ants. അപ്പൊ ഉറുമ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ഒരു 5 സെന്റൻസ് എഴുതുക. വേർഡ്സ് അല്ല, സെന്റൻസ് ആണ്, വാക്യങ്ങളാണ് കേട്ടോ എഴുതാൻ പറഞ്ഞത്. ആന്റിന് എത്ര കാലുണ്ട്, ആന്റിന്റെ നിറം എന്താണ്, നിങ്ങൾക്ക് അറിയുന്ന ആന്റിനെ കുറിച്ചിട്ട് 5 സെന്റൻസ് എഴുതുക. ഓക്കെ. 3ാമത്തെ ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദി ആന്റ് സോങ്. അപ്പൊ ഒരു ഉറുമ്പിന്റെ ഒരു പാട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ദി ആന്റ്സ് ഗോ മാർച്ചിങ് 1 by 1. ദി ആന്റ്സ് ഗോ മാർച്ചിങ് ടു ദ ഗ്രൗണ്ട്. ദ ആന്റ്സ് ഗോ മാർച്ചിങ് 2 by 2. അപ്പൊ നെക്സ്റ്റ് എന്താണ്? ഫസ്റ്റത്തെ നോക്കൂ, ആദ്യത്തെ വരിയും 3ാമത്തെ വരിയും സെയിം ആണ് അല്ലേ? അപ്പൊ അടുത്ത സെക്കൻഡ് ലൈൻ എന്താ? ദ ആന്റ്സ് ഗോ മാർച്ചിങ് ടു ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ കൂടെ ആന്റ്സ് മാർച്ച് ചെയ്ത് പോണു എന്നാ പറയണത്. നമുക്ക് അടുത്ത വരി എന്ത് എഴുതാം? ദ ആന്റ്സ് ഗോ മാർച്ചിങ് ടു ദ ട്രീ അല്ലേ? ദ ആന്റ്സ് ഗോ മാർച്ചിങ് ടു ദ ലീഫ് എന്ന് വേണമെങ്കിൽ എഴുതാം. അതായത് ആന്റ്സ് പോകുന്ന എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഗ്രൗണ്ട് എന്നുള്ള വേർഡ് മാത്രമാണ് അവിടെ ചേഞ്ച് ആവുന്നത്. ബാക്കിയെല്ലാം എന്താണ്? സെയിം തന്നെയാണ് അല്ലേ? ബാക്കിയെല്ലാം തന്നെ സെയിം തന്നെയാണ്. ഓക്കെ. അപ്പൊ ഈ ഗ്രൗണ്ട് എന്നുള്ള വേർഡ് മാത്രമാണ് ഇവിടെ മാറ്റേണ്ടത്. അടുത്തത് അഗെയിൻ നമ്മൾ ദ ആന്റ്സ് ഗോ മാർച്ചിങ് അഗെയിൻ 2 by 2 വരുമോ? ഇല്ല, ഇവിടെ 1 by 1, ഇവിടെ 2 by 2. അപ്പൊ അടുത്ത് എന്തായിരിക്കും? അതായത് 5ാമത്തെ ലൈൻ എന്തായിരിക്കും? 3 by 3. ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ഉറുമ്പിന്റെ സോങ് ആണ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്. അതായത് ലൈൻസ്, ഒരു പോമിന് ലൈൻസ് എഴുതാനാണ് ഇവിടെ പറയുന്നത്. അടുത്ത ആക്ടിവിറ്റി 4, അഗെയിൻ കളർ ചെയ്യുന്നത് തന്നെയാണ് ആക്ടിവിറ്റി. കളർ ദി മഷ്റൂം. എന്താണ് ചിത്രത്തിലുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? നമ്മൾ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്. എന്താണിത്? മഷ്റൂം അല്ലെ? കൂണാണ്. മഷ്റൂമിന് നിറം കൊടുക്കാനാണ് നമ്മുടെ 4ാമത്തെ ആക്ടിവിറ്റി. അടുത്ത 5ാമത്തെ ആക്ടിവിറ്റി, നമ്മുടെ കഥയിലെ കുറച്ച് കഥാപാത്രങ്ങൾ, കുറച്ച് ക്യാരക്ടേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബട്ടർഫ്ലൈയും മൗസും ആന്റും. ഇവർക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ഫുഡിനെ കുറിച്ച് നമ്മൾ ആക്ടിവിറ്റി ബുക്കിൽ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഓരോരുത്തർക്കും എന്തൊക്കെയാണ് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്ന് അല്ലേ? അതെന്ത് ചെയ്യാം? മാച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ് എടുത്ത് കണ്ടു നോക്കുക. അടുത്ത ആക്ടിവിറ്റി 6, റൈറ്റ് any 5 sentences about frog. തവളയെ കുറിച്ചിട്ട്, ഫ്രോഗിനെ കുറിച്ചിട്ട് 5 സെന്റൻസ് എഴുതുകയാണ് ചെയ്യേണ്ടത്. അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ക്ലാസ് കണ്ടു നോക്കുക. നമ്മൾ അതിൽ പറയുന്നുണ്ട് ഫ്രോഗിനെ കുറിച്ച് സെന്റൻസ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. 7ാമത്തെ ആക്ടിവിറ്റി, പ്രിപ്പയർ എ ബർത്ത്ഡേ കാർഡ് ടു യുവർ ഫ്രണ്ട്. നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു ബർത്ത്ഡേ കാർഡ്, നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൽ നമ്മുടെ മിസ്റ്റർ ഫോക്സിന് ഒരു ബർത്ത്ഡേ കാർഡ് ഡ്രോ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ എന്താ ചെയ്യാൻ പറയുന്നത്? നമ്മുടെ ഫ്രണ്ടിന് എന്ത് ചെയ്യുക? ഒരു ബർത്ത്ഡേ കാർഡ് ഡ്രോ ചെയ്യുക. ബർത്ത്ഡേ കാർഡ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? അത് ഡ്രോ ചെയ്യാനാണ് പറയുന്നത്, ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അടുത്തത് 8ാമത്തെ ആക്ടിവിറ്റി, റൈറ്റ് 5 sentences about the picture. ഈ ചിത്രം കണ്ടില്ലേ? പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ പറയുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് എന്തൊക്കെയാണ്? നമ്മൾ സെന്റൻസ് ആയിട്ട് ഒരു 5 സെന്റൻസ് ആയിട്ട് ഇവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത്. അതാണ് 8ാമത്തെ ആക്ടിവിറ്റി. 9ാമത്തെ ആക്ടിവിറ്റി അഗെയിൻ എന്താണ്? ആഡ് മോർ ലൈൻസ് ആണ്. ആഡ് മോർ ലൈൻസ് ടു ദ മഷ്റൂം സോങ്. ഇവിടെ എന്താണ്? മഷ്റൂം സോങ് ആണ് കേട്ടോ. മഷ്റൂംസ്, മഷ്റൂംസ്, ബ്യൂട്ടിഫുൾ മഷ്റൂംസ്, കളർഫുൾ മഷ്റൂംസ്, പോപ്പിംഗ് അപ്പ് ഓൺ റെയിനി നൈറ്റ്. അതേപോലെ അടുത്ത് എന്ത് ചെയ്യുക? അടുത്തൊരു 4 ലൈൻസ് ഇതേപോലെ ഉണ്ടാക്കി എഴുതുക.
ആക്ടിവിറ്റി 9 ആണിത്. അടുത്ത ആക്ടിവിറ്റി 10, ലാസ്റ്റ് ആക്ടിവിറ്റി കളർ ദി സ്പാരോ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. എന്തിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്? സ്പാരോന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സ്പാരോ എന്താണെന്നൊക്കെ അറിയില്ലേ, നമ്മൾ കഥയിൽ പഠിച്ചതാണ് അല്ലേ. അപ്പൊ സ്പാരോക്ക് എന്ത് ചെയ്യുക? കളർ കൊടുക്കുക. സ്പാരോനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ട് സെന്റൻസ് ആയിട്ട് എഴുതുക. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. നമ്മുടെ 10ാമത്തെ ലാസ്റ്റ് ആക്ടിവിറ്റി. 10 ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10 ആക്ടിവിറ്റീസും ചെയ്ത് നോക്കുക. അപ്പൊ ആദ്യം തന്നെ ആക്ടിവിറ്റി ചെയ്ത് നോക്കുക. നമ്മുടെ ആദ്യം പാഠം നന്നായി റീഡ് ചെയ്യുക, കഥ നന്നായി വായിക്കുക, അർത്ഥം അറിയില്ലെങ്കിൽ നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷം നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് നോക്കുക. അതിനുശേഷം യൂണിറ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.